എനിക്കൊരു പേടി. എന്താ ചെയ്ത ചേച്ചി? നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോ അവള് സ്വീകരിച്ചില്ലെങ്കിലോ? സ്വീകരിക്കാതിരിക്കോ? അവളുടെ വീട്ടുകാര് അവളുടെ മണി ഓർഡർ വരുന്നത് നോക്കി ഇരിക്കുകയായിരിക്കും. നമ്മളിത് കൊടുക്കുമ്പോ അവളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്യുക. അവള് കരയുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോഴാ പൈസ കളഞ്ഞുപോയി നമ്മള് പറയുന്നത്. അല്ലാതെ എന്റെ പൈസ കളഞ്ഞുപോയി, വീട്ടിലേക്ക് അയക്കാൻ കുറച്ച് പൈസ കടം തരണം എന്നൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. വേറെ ആരോടും അവള് പൈസ കളഞ്ഞുപോയത് പറഞ്ഞിട്ടുമില്ല. എന്താ അതിന്റെ അർത്ഥം? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങാൻ അവൾക്ക് ഇഷ്ടമില്ല എന്നല്ലേ? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പ്രമാണം? അതെന്നോടല്ല പറയേണ്ടത്, പാർവതിയോടാ. നമ്മൾ പൈസ കൊടുക്കുമ്പോ അവള് വാങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പറ. ജയന്തി പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ പൈസ കൊണ്ട് അവളുടെ ആവശ്യങ്ങളെല്ലാം നടക്കണം. പക്ഷേ ഇത് നമ്മൾ ഔദാര്യം കാണിച്ചാണെന്ന് അവൾക്ക് തോന്നാനും പാടില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ആ, ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഇതിവിടെ വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാം. അവള് വന്നെടുക്കട്ടെ, എന്ത് സംഭവിക്കും നോക്കാം. അത് നല്ലൊരു ഐഡിയ. ഇവിടെ വെച്ചിട്ട് മാറി നിൽക്കാം. കളഞ്ഞുപോയ പൈസ തിരിച്ചു കിട്ടിയല്ലേ പാർവതി? ഇത് ആ പൈസയല്ല. പിന്നെ? അത് റോഡിലല്ലേ കളഞ്ഞുപോയത്. ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയതാ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എന്താ മോഹൻ ചേട്ടാ? ശമ്പളം കൈ കിട്ടിയ ഉടൻ വീടെത്താനുള്ള പരക്കം പാച്ചിലാണല്ലോ എല്ലാവർക്കും. അതിനിടയില് ആരുടെ ശമ്പള കാശ് ഇവിടെ വീണുപോയി. ആ സമയത്ത് പാർവതി കിട്ടിയ ശമ്പള കാശ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കണം. ശമ്പള കാശ് നഷ്ടപ്പെട്ടു പോയ ആള് അത് അയാളുടെ ശമ്പള കാശാണെന്ന് തെറ്റിദ്ധരിച്ച് എടുത്തോണ്ട് പോയി കാണും. അതാ സംഭവിച്ചത്. ആ കവറിലുള്ള കാശായാലും ഈ കവറിലുള്ള കാശായാലും കാശ് കാശ് തന്നെയല്ലേ? ഭാഗ്യത്തിനിന്ന് പാർവതിയുടെ കയ്യിൽ തന്നെ കിട്ടി. കരുനാഗം അയാളുടെ ക്യാബിനിലിരുന്ന് ഫോണിലൂടെ ആരോ വിരട്ടിക്കൊണ്ടിരിക്കുക. നീ പെട്ടെന്ന് പോയി വീട്ടിലേക്ക് മണി ഓർഡർ അയച്ചിട്ട് വാ. അയാൾ അറിയില്ല. അല്ല സൗന്ദര്യ, ഇത് എന്റെ പൈസ അല്ല. ഇതാരുടെ പൈസ ആയിരിക്കുന്നൊന്നും നീ ആലോചിക്കണ്ട. നിന്റെ സങ്കടം കണ്ടിട്ട് ദൈവം തന്നതാണെന്ന് കരുതിയാ മതി. അത് തന്നെയായിരിക്കും സത്യം. സൗന്ദര്യ പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയി മണി ഓർഡർ അയച്ചിട്ട് വാ. ഇല്ല, ഇത് കളഞ്ഞു പോയ ആളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. എന്നെ പോലെ ശമ്പളം കിട്ടിയാ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ അയാളും കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ലേ? പാറു, നീ എങ്ങോട്ടും പോണ്ട. ഇത് കരുണാകരൻ സാറിനെ ഏൽപ്പിക്കണം. ഇത് നഷ്ടപ്പെട്ട ആള് കരുണാകരൻ സാറിനോടല്ലേ പരാതി പറയാ. സാർ ഇത് അയാൾക്ക് കൊടുത്തോളും. ഇത് നിനക്ക് കളഞ്ഞു കിട്ടിയ പണമൊന്നും അല്ല. ഈ പണം കവറിലിട്ട് ഇവിടെ വെച്ചത് സൗസുവാ. ഞാനോ? അപ്പോഴേക്ക് മറന്നുപോയോ? ശരിയാ, ഞാൻ തന്നെയാ. നിന്നെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കളക്ട് ചെയ്ത കാശായത്. നീ ഇത് സ്വീകരിച്ചില്ലെങ്കിലും എന്ന് കരുതി ഞങ്ങൾ കളിച്ച നാടകമല്ല. 15,000 രൂപയല്ലേ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇതിപ്പോ 15,000 രൂപയുണ്ട്. ഇത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് പലിശ കാശ് കൊടുക്കാൻ പറ നിന്റെ അച്ഛനോട്. വേണ്ട, ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തിലെ ആവശ്യങ്ങൾ നടത്തുന്നവരാ നിങ്ങൾ എല്ലാവരും. മിച്ചം ഒന്നും ഉണ്ടാവില്ല.
എന്നെ സഹായിച്ചാൽ അവസാനം നിങ്ങളും കടം വാങ്ങേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. തൽക്കാലം നിന്റെ ആവശ്യം നടക്കട്ടെ. ജയന്തി ചേച്ചി, നിന്നോടുള്ള സഹതാപം കൊണ്ട് തരുന്നതല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നതാ. ഒരു അമ്മയുടെ വയറ്റി പിറക്കാത്ത കൂടപ്പിറപ്പുകളല്ലേ നമ്മള്. നീ ഇത് വീട്ടിലേക്ക് അയക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇത് ഞാൻ സ്വീകരിക്കാതിരുന്ന ഞാൻ നിങ്ങളെല്ലാരും അപമാനിക്കുന്ന പോലെയാ. കുറച്ചു കുറച്ചായിട്ട് ഞാനിത് തിരിച്ചു തരാം. അപ്പൊ നിങ്ങൾ വാങ്ങണം. വാങ്ങുന്ന പറഞ്ഞാൽ മാത്രമേ ഞാനിത് സ്വീകരിക്കൂ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇതുകൊണ്ട് നീ നിന്റെ ആവശ്യങ്ങൾ നടത്തും. നിന്റെ പ്രശ്നം തീർന്നില്ലേ? പിന്നെ എന്തിനാ കരയുന്നത്? കരയല്ലേ പാറു? ദേ, നിനക്ക് തരാൻ വേണ്ടി 15,000 രൂപ ജയന്തിയുടെ കയ്യിൽ ഞാൻ കൊടുത്തതാ. എല്ലാരും കൂടെ സഹായിക്കാന്നത് ജയന്തിയുടെ ഐഡിയ ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി മാറ്റിവെച്ചതാ. ഇതുകൂടെ ചേർത്ത് വീട്ടിലേക്ക് അയച്ചോളൂ. ദാ. എനിക്ക് വേണ്ട. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നല്ല റെസ്റ്റ് വേണം. ദേ, ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അതിനു മുമ്പ് നീ എന്തെങ്കിലും കഴിക്കണം. ഞാൻ ജോലിക്കാരോട് പറയാം. ശരി. ഡാഡി, പാർവതി ഗാർമെന്റ്സിലുണ്ടാവും. അവളോടൊന്ന് വരാൻ പറയോ? എനിക്ക് അവളെ ഒന്ന് കാണണം. പറയാം. ഹലോ ഹലോ, പി കെ സാറല്ലേ? അതെ, ഇതാരാ? ഞാൻ ഫോർട്ട് സ്റ്റേഷനിലെ SI. സാറിന്റെ മകൻ കൈലാസിനുണ്ടായ വാഹനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? ആരാ പരാതി വന്നിരിക്കുന്നത്? മിസ് മുക്ത. മുക്തയോ? നിങ്ങളുടെ റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത്. അതെ, മുക്ത എന്റെ റിലേറ്റീവ് ആണ്. അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അത് സർ, കൈലാസ് ഇപ്പോഴാണ് ഡിസ്ചാർജ് ആയത്. വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇവിടെ വേറെ ആരുമില്ല. വൈഫ് മാംഗ്ലൂർ ഒരു കല്യാണത്തിന് പോയിരിക്കുക. കൈലാസിനെ തനിച്ചാക്കി സ്റ്റേഷനിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല സർ, ഞാൻ വീട്ടിലേക്ക് വരാം. പരാതി തന്ന മുക്തയും അവിടെ ഉണ്ടാവണമെന്ന് മാത്രം. ഓക്കെ സർ. ആരാ ഡാഡി? SI വിളിച്ചത്. നിനക്കുണ്ടായ ആക്സിഡന്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മുക്ത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടത്രേ. ഡാഡിയോട് പറയാതെയോ? പരാതി നൽകണമെന്ന് തന്നെയായിരുന്നു എന്റെയും തീരുമാനം. പക്ഷേ പോലീസിൽ അറിയിക്കുന്നതിനോട് അരവിന്ദിന് താല്പര്യമില്ലായിരുന്നു. പരാതി നൽകിയാൽ നിന്നെ ആക്രമിച്ചവർ വീണ്ടും നിനക്ക് നേരെ തിരിയുന്നായിരുന്നു അവന്റെ പേടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നീ പോലീസിൽ ഇൻഫോം ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും നിന്നെ അപകടപ്പെടുത്താൻ ആ ഡ്രഗ് മാഫിയ ഹോസ്പിറ്റലിലേക്ക് ആളവിട്ടത്. അതുകൂടി ആയതോടെ സത്യം പറഞ്ഞ ഞാനൊന്ന് പേടിച്ചു. അതാ പോലീസിൽ പരാതി നൽകാൻ മടിച്ചത്. പക്ഷേ മുക്ത പരാതി നൽകി. മൊഴിയെടുക്കാൻ SI ഇങ്ങോട്ട് വരുന്നുണ്ട്. മുക്ത ഇവിടെ ഉണ്ടായിരിക്കണമെന്നാ അയാൾ പറഞ്ഞിരിക്കുന്നത്. ഡാഡി അത് മുക്തയെ വിളിച്ചറിയിക്കാൻ പോകണോ? അങ്ങനെയാണെങ്കിൽ അവള് വരുമ്പോ പാർവതിയും കൊണ്ടുവരാൻ പറയണം.